നമസ്കാരം. അമേരിക്ക ഇറാനെ ആക്രമിച്ചതിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അവിടെ നിലനിന്ന ഇസ്ലാമിക ഭരണകൂടത്തെ തുരത്തി ജനകീയ ശക്തികൾക്ക് അധികാരം കൈമാറാൻ കൂടിയായിരുന്നു. ഇപ്പോൾ ഇറാനെതിരെയുള്ള യുദ്ധം അമേരിക്ക അവസാനിപ്പിച്ചിരിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും കൂടി ഇറാനെ തകർക്കുകയും ഇറാന്റെ ആണവായുധ നിർമ്മിതി തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയും കരാറിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇസ്ലാമിക ഭരണകൂടത്തെ പിഴുതെറിയാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾ അമ്പേ പരാജയമടയുകയാണ് ചെയ്തത്. ഇറാനിലെ മനുഷ്യാവകാശ സാഹചര്യങ്ങൾ മാറിയിട്ടില്ലെന്ന് തീർച്ചയുമായിരിക്കുന്നു. ഇറാനിൽ മതനിയമങ്ങൾ പഴയ രീതിയിൽ തന്നെ തുടരുകയുമാണ്. ഇത് ലംഘിച്ചാൽ കടുത്ത ശിക്ഷയാണ് നിലനിൽക്കുന്നത്. ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങിയാൽ ചാട്ടവാറടി യുവതികൾക്ക് നേരിടേണ്ടി വരും. ഹിജാബ് ധരിക്കാതെ പാടിയ ഇറാനിലെ ഗായിക പരസ്തു അഹമ്മദിക്കും ഒപ്പമുള്ളവർക്കും 74 ചാട്ടേടിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സംഗീത പരിപാടിയിൽ മറച്ച് ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ചാണ് പരസ്തുവിനെ അറസ്റ്റ് ചെയ്തത്. സംഘത്തിലെ മറ്റ് 8 അംഗങ്ങൾക്കും ശിക്ഷ ലഭിച്ചിട്ടുമുണ്ട്. യൂട്യൂബ് ചാനലിൽ ലൈവായി സംപ്രേഷണം നടത്തിയതിനാണ് ഈ ശിക്ഷ. 2 വർഷത്തേക്ക് രാജ്യത്തിന് പുറത്തു കടക്കരുത്, കലാപരമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടരുത് എന്നിവയ്ക്കൊക്കെ വിലക്കുമുണ്ട്. യൂട്യൂബിൽ ദശലക്ഷക്കണക്കിന് പേരാണ് ഈ വീഡിയോ കണ്ടത്. ഇതാണ് ഇറാനിയൻ അധികൃതരെ പ്രകോപിപ്പിച്ചത്. നിയമപരമായ അടിസ്ഥാനമൊന്നുമില്ലാതെയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നതും. സംഗീത പരിപാടി നടത്തിയതിനുള്ള ശിക്ഷയായ ചാട്ടവാറടി നിയമാനുസൃതമായ ശിക്ഷാരീതിയല്ലെന്നും പീഡനത്തിന്റെയും മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന്റെയും പ്രതീകമാണെന്നുമാണ് ഗായികയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. ഇറാനിലെ കടുത്ത സെൻസർഷിപ്പ് അനുസരിക്കാൻ വിസമ്മതിക്കുന്ന കലാകാരന്മാർക്ക് നിത്യവും ചെറുത്തു നിൽക്കേണ്ട അവസ്ഥയാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. പരസ്തുവിന്റെ അറസ്റ്റ് ഇറാനിലും രാജ്യാന്തര തലത്തിലും വലിയ വിവാദമായി തുടരുകയാണ്. ഭരണകൂടത്തെ വിമർശിക്കുന്ന കലാകാരന്മാരെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണം. ഇറാൻ ഇതുവരെ മാറിയിട്ടില്ല, ഇനി മാറുകയുമില്ല എന്നതിന്റെ തെളിവാണ് ഗായികയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ ശിക്ഷ.